ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രെഡ് ഓർഗനൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ഐഡിയാസാണ്, ഒരു 10 ഐഡിയാസ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ 1-2 ഐഡിയാസ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിനകത്ത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ഒപ്പം ഒരു ലൈക്ക് കൂടി തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണമുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അതിനകത്ത് പറയാം, ഒരുപാട് ടൈപ്പ് ഐഡിയാസ് ഉണ്ട്. അതിൽ എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഐഡിയ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ രീതിയിൽ ഇതിപ്പോൾ എന്താ പറയുകയാണെങ്കിൽ നമ്മുടെ സേവനയുടെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെയുള്ള ഒരു ഇതാണ് കേട്ടോ. എന്താ പറയുക, ബോക്സാണ്. അങ്ങനത്തെ ബോക്സുകൾ ഇങ്ങനെ ഒരുപാട് എണ്ണം എന്താ പറയുക പല വലിപ്പത്തിലുള്ളത് കിട്ടും. അപ്പോൾ അതിൽ നമ്മളിത് ഇങ്ങനെ വെക്കുന്നത് ഒരുവിധം ഉപയോഗിച്ച് കഴിയാറായ നൂലുകളൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഈ രീതിയിൽ. അതിനുശേഷം നമുക്ക് പിന്നത്തെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് ഒന്ന് അമക്കി കൊടുത്തു, അതായത് ഒതുക്കി ഓർഡറായി ഇതിൻ്റെ സ്ഥലത്ത് ഒതുങ്ങി കഴിഞ്ഞ് ബാലൻസ് എത്ര സ്ഥലം ഉണ്ടെന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ നമുക്ക് മെഷീൻ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണ്. ആ ബോക്സ് നമ്മുടെ ബോബിൻ കേസൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചു കണ്ടോ. പിന്നെ നമ്മളിത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് എണ്ണം നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് എണ്ണം യൂസ് ചെയ്താൽ നമുക്ക് എന്താ പറയുക എല്ലാത്തിലും ശ്രദ്ധ കിട്ടില്ല, ഒരുപാട് എണ്ണം യൂസ് ചെയ്യും തോറും. അപ്പോൾ നമ്മളൊരു മീഡിയം ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം നമുക്ക് ബോബിനിൽ നൂല് ചുറ്റണം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് 2 എണ്ണമാണ് കേട്ടോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുക. അതുപോലെ 2 എണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അത് ആ ഒരു ഇതിനും കൂടുതൽ നമ്മൾ ചെയ്യും തോറും നമുക്ക് ഒരുപാട് എണ്ണാകുമ്പോൾ നമ്മുടെ ആ ബോക്സ് ഓവറായിട്ട് വരികയും ചെയ്യും, വൃത്തികേടാവുകയും ചെയ്യും. നമുക്കിപ്പോൾ 2 കളർ സംഭവമാണ് നമുക്കൊരു ഇത് എപ്പോഴും എങ്ങനെയായാലും ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വേറെ കളറായിരിക്കാം. അപ്പോൾ നമുക്ക് 2 കളർ നൂല് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷെ ഒരുപാട് നമ്മൾ ചെയ്യും തോറും നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് എല്ലാത്തിലും ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ നമുക്കത് നമ്മുടെ ആ ബോക്സ് വൃത്തികെട്ട രീതിയിലായി മാറും. പിന്നെ എല്ലാത്തിലും നൂല് ചുറ്റി വെച്ച് ആകെ ഒരു ബോറിംഗ് ആയിട്ട് വരും. പിന്നെ അതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും ബോബിൻ കേസ്. അപ്പോൾ ബോബിൻ കേസ് ഓർഗനൈസർ വേറെ വെക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ 2 എണ്ണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഏകദേശം എത്രത്തോളം നമുക്ക് നൂല് വേണം എന്നുള്ളതിന് ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രകാരം ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മൊബൈലിൻ്റെ ഒരു പുറകിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവം വെച്ചിട്ടുണ്ട്. കുറച്ചൊരു ഓർഗനൈസേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ള സ്ഥലം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണതാണ് കേട്ടോ. ഇപ്പോൾ ഇത് കഴിയാറായത് മാത്രം അതിനകത്ത് വെച്ചിട്ട് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ മിറർ വർക്ക്സ് ഒക്കെ വരില്ലേ, ഷെൽ വർക്ക്സ് ഒക്കെ വരുന്നില്ലേ, അതുപോലത്തെ കാര്യങ്ങളാണ് വെക്കുന്നത്. അതായത് ഇത് മിറർ വർക്ക്സ് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറുകളിൽ വെക്കാൻ പറ്റാവുന്ന ഒരു മിററുകളാണ് കേട്ടോ. ഗോൾഡൻ ഷെയ്ഡിലുള്ള മിററാണിത്. പിന്നെ ഈ ഒരു രീതിയിലല്ലാതെ മിറർ വർക്ക്സ് വേറെ രീതിയിൽ വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇത് രണ്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ 2 രീതിയിലുള്ള സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഇതാണ്ടോ, ഇത് മിററിൻ്റെ സംഭവം അത് വെച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം വെക്കുന്നത്. ഇത് ഗോൾഡനിൽ ഇത് ത്രെഡ് കൊണ്ട് ചെയ്യുന്ന രീതി, ഇത് പ്ലാസ്റ്റിക് കൊണ്ട് വരുന്ന രീതി. ഇത് 2 രീതിയിലും വെച്ചാലും നല്ല രസത്തിൽ തന്നെ ഇരിക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. അത് ഹെമ്മിങ് ചെയ്യുന്ന രീതിയും കൂടി നമ്മളിത് പഠിച്ചാലാണ് ഈ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. പിന്നത്തേന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേറെ രീതിയിൽ അടുത്തത് വേറെ രീതി, എനിക്ക് അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു രീതി. അത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു രീതി കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ രീതിയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എല്ലാ കളേഴ്സും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ ഈ ഒരു കളർ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ എടുക്കുന്ന രീതിയാണ് നമുക്കിഷ്ടം. നമ്മൾ ആ ഡ്രസ് മെറ്റീരിയൽ എടുക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ എടുക്കുക. പക്ഷേ ഇത് കീപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ നൂലുകൾ എടുത്തു, കുറച്ചധികം എടുത്ത് വരുമ്പോൾ നമുക്കിത് എന്താവും, ഇങ്ങനെ ഓരോന്നും വീഴാൻ തുടങ്ങും. നമ്മളിത് അടച്ച് അങ്ങോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ഒരെണ്ണം 2 അങ്ങോട്ട് വീഴണുണ്ടോ, ഇതേപോലെ താഴത്തേക്ക് വീഴും. അപ്പോൾ ഈ ഒരു രീതി കറക്റ്റായിട്ട് നിർത്തണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ട്.
ഇതുപോലെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒഴിഞ്ഞ ഹോൾസ് ഉണ്ടല്ലോ, ഇതങ്ങനെ കഴിയണതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഇടയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ എടുക്കണതിനനുസരിച്ച് ഒഴിഞ്ഞ ഹോൾസ് വെച്ച് കൊടുക്കുക. അപ്പം മനസ്സിലായി? അങ്ങനത്തെ രീതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ കാലത്തും നല്ല രീതിയിൽ വയ്ക്കാൻ പറ്റും. പിന്നെ അത് കഴിയാറായ സംഭവം നൂല് നമുക്കത് ആ ഒരു കളറിനെ നോക്കിയിട്ട് ആ ഒരു ബാലൻസ് ഉള്ള നൂലിൻ്റെ ഉണ്ട കൊണ്ടുപോയിട്ട് നമുക്കത് വെടിച്ചെടുക്കാനും പറ്റും. അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വർഷങ്ങളായിട്ട് ഒരുപാട് ഒരു 10-15 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ 15 വർഷത്തിന് മുകളിൽ ഈ ഒരു രീതിയാണ് ഞാൻ കീപ്പ് ചെയ്തേക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള രീതികളുള്ള പിന്നെ ഞാൻ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ നൂല് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ, ഇപ്പോൾ ഇതിങ്ങനെ ഒരുപാടാകുമ്പോൾ നൂല് കട്ട പിടിക്കാതിരിക്കാനായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് എന്താ പറയുക, ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ കത്രിക കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇതാക്കും. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ആ ആക്കിയതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ കുറേ അധികം അങ്ങനെ കട്ട പിടിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, അല്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഫ്രണ്ട്സ്. അതിനിപ്പോൾ കൂടുതൽ ഒന്നിച്ച് ഉപയോഗിച്ച് തന്നെ ഇതിലേക്ക് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ വരാറ്. ഇതൊക്കെ അധികം ഉപയോഗിക്കാത്തത് ഇതിന് എടുത്ത് കുറച്ച് വളരെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചാണെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് വെക്കുന്നത്. കുറച്ചും കൂടി ഉപയോഗിച്ച് വരുന്നത് വേറെ രീതിയിൽ വെക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം കട്ട പിടിക്കുന്നത് വരാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിച്ചതാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രം രണ്ട് സൈഡും ഒരിക്കലും കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ചിങ് മെഷീനിൽ ഈ റോൾ അവിടെ ഇടുമ്പോൾ അത് വർക്കിങ് നൂലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വർക്കിങ്ങിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്യില്ലേ, ആ റൗണ്ട് ചെയ്യുമ്പോൾ അതിനൊരു തടസ്സം വരും. അപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ചിങ്ങിനെ ബാധിക്കും. അത് വരാതിരിക്കാനായിട്ട് ഒരു സൈഡേ അങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചെറിയ രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഒരു നൂല് കടക്കാനുള്ള ആ ഒരു സ്പേസേ നമ്മളൊന്നിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാറുള്ള നൂല് കട്ട പിടിക്കാതിരിക്കാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇത്ര വീതിയിൽ ജസ്റ്റ് ഈ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യും. എന്നിട്ട് നൂലിൻ്റെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗം കടത്തി വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാണ്ട് അത് എന്ത് വരുന്നില്ല, നൂല് കട്ട പിടിക്കില്ല. ആ നൂല് ആ ഭാഗത്ത് എന്താ പറയുക, നൂല് ചെയ്ത് വെച്ചേക്കണ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നൂല് ഇങ്ങനെ വെച്ചില്ലേ, ഈ വെച്ചതിൻ്റെ മുകളിലാണ് അത് അങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒഴിഞ്ഞ ഹോൾസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം വീതിയിൽ കട്ട് ചെയ്താൽ ഇത്രയ്ക്കൊക്കെ വീതി മതി കേട്ടോ, ഒരുപാട് വീതിയൊന്നും വേണമെന്നില്ല. എന്നിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിവിടെ സെൻറ്ററിലാണ് ഒതുങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു പോവില്ല. ഇവിടെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതിങ്ങനെ കുറച്ച് ഹോൾസ് എടുത്തിട്ട് അത്ര വീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗം സെൻറ്റർ കട്ട് ചെയ്യുക, ഒരു ഭാഗം കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ, ലോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നത്തെ വേറൊരു രീതികൾ പറഞ്ഞുതരാം കേട്ടോ. പിന്നത്തെ രീതി എന്ന് പറയുന്നത് ഇതുപോലത്തെ റോൾസ് ആയിട്ട് നൂലിങ്ങനെ ത്രെഡായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നില്ലേ. അപ്പോൾ ഇത് സംഭവം നമ്മൾ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഒഴുകി വീഴും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മളിതാ ചെയ്യുന്നത് ഇതുപോലെ ഒരു മുട്ട് സൂചി എടുത്തിട്ട് കറക്റ്റ് ഇതിങ്ങനെ സെൻറ്ററിലാക്കി പിടിച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കുത്തരുത്. സ്ട്രെയിറ്റ് ആയിട്ട് കുത്തണതിന് പകരം നമ്മളിതാ ഇങ്ങനെ ചെരിച്ചാണ് കേട്ടോ കുത്തുക. ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വയ്ക്കും. കുറച്ച് ദൂരം എന്നിട്ട് പകുതി മാത്രം ഉള്ളിലേക്ക് കടത്തും, പകുതി പുറത്തേക്ക് നിർത്തും. അങ്ങനെ ചെരിച്ച് വയ്ക്കുമ്പോൾ കേട്ടോ, ഇപ്പോൾ ഇത് കണ്ടത് വീഴുന്നില്ല. അല്ലെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് വീഴും കേട്ടോ. നമ്മൾ ഇതാക്കി വെച്ചേക്കുന്നത് ഇതാണ്, കണ്ടില്ലേ? അപ്പം ഇങ്ങനെ. അപ്പോൾ ഇതങ്ങനെ തന്നെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഐഡിയാസിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വാച്ച് ഉണ്ടാക്കിയത് നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോയിൽ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, ഒരു ബോക്സ് ആയിട്ട് കൊടുക്കാം. ഇഷ്ടമായുള്ള ആൾക്കാർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായ ആൾക്കാർ ഒരു കമൻറ്റ് കൂടി ഇട്ടോളൂ കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒരു കമൻറ്റ്, ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഇതായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നത്തെ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനത്തെ നൂലൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ നമ്മുടെ നൂലൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുട്ട് സൂചി വെച്ചിട്ട് ഇതുമ്പോൾ ഞാൻ വെച്ചേക്കുന്നതാണ്. പക്ഷെ എന്നാലും എനിക്കിത് അത്രയ്ക്കധികം പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടത് എപ്പോഴും ഇങ്ങനത്തെ ഈ ഇഴുകി വരുന്ന ടൈ നൂല് എന്നാണ്ട് പറയാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു നൂലാണ് കേട്ടോ. അപ്പോൾ ഇത് അതിങ്ങനെ വെച്ചാലും കറക്റ്റായിട്ട് ഇരിക്കുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ വെച്ച ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് കാണിക്കാം. ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അവിടെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഓക്കെ,
അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ടൈനൂല് തഴിഞ്ഞിങ്ങനെ ഏത് നേരം ഓടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ലൂസായിട്ട് ആ ബോക്സ് മുഴുവൻ വൃത്തികെട്ട രീതിയിൽ കിടക്കും. ജസ്റ്റ് ഒരു പിൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിൻ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗുണമുണ്ടെന്ന് മാത്രം. ഇതങ്ങോട്ട് വേഗം റബ്ബർ ബാൻഡ് അങ്ങോട്ട് കൊണ്ട് നീങ്ങില്ല, കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇരിക്കും. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഇതൊരു സാധനം ടേപ്പ് സാധനങ്ങളുടെ പേരൊന്നും എനിക്ക് എപ്പോഴും വരുന്നില്ല ഫ്രണ്ട്സ്. എപ്പോഴും പേര് വായിൽ വരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് സാധനം എന്നൊക്കെ പറയണേ. ഇങ്ങനെ ചോക്കുകളൊക്കെ എടുത്തിട്ട് നമുക്ക് എപ്പോഴും ഞാൻ ചോക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ചോക്ക് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദിവസം 2-ാം ദിവസം ആകുമ്പോഴത്തേക്ക് എൻ്റെ ചോക്കെല്ലാം പൊട്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാണ് വെക്കുന്നത്. ഇത് നമ്മളൊരു കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെ താഴ്ഭാഗം മുറിച്ചെടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് വെറുതെ ഇടുക. അപ്പോൾ നമുക്കിത് എടുക്കാൻ എളുപ്പമാണ്. നമുക്ക് ഏത് കളർ വേണമെന്ന് വെച്ചാലും ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്ത് വരയ്ക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ചോക്ക് പൊട്ടുമ്പോൾ നമ്മളത് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് വെറുതെ വെച്ചിരിക്കുകയാണ് കേട്ടോ, വെറുതെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു ടേപ്പിൽ വെച്ചൊരു സംഭവം ഇതിനകത്ത് ഒരു കുപ്പിയുടെ താഴ്ഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ്. ഉണ്ടല്ലേ. പിന്നത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇതേപോലെ ഒന്ന് ഒരു കാണുന്ന ടൈപ്പ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് കഴിയാറായ നൂലുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനത്തെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഹാങ്ങിങ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാലൻസ് ഉള്ള നൂലുകളൊക്കെയും കഴിയാറായത് മാത്രം ഇതിനകത്ത് കഴിഞ്ഞിട്ട് വേറൊരു കവറിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു നൂല് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മേടിക്കാനുള്ളതാണെന്നുള്ളൊരു ഐഡിയയായി. അപ്പോൾ ഇതൊക്കെ കഴിയാറായ നൂലുകളാണ്. ആ കഴിയാറായ നൂലുകൾ മാത്രം ഇത് പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ആ കളർ നൂല് തന്നെ സെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്തത് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒരു പകുതി ഭാഗം നമ്മൾ ഇതാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ ഇടയ്ക്കൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് കണ്ടില്ലേ. ഇങ്ങനെ ആകുമ്പോൾ അത് കൂട്ടാൻ കൂടുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വിട്ട് തുടങ്ങും. കഴിയാറായ നൂലുകൾക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. കണ്ടോ, ഇങ്ങനെ വിട്ട് വരുന്നത്. കഴിയാറായ നൂലുകൾ വെക്കുമ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ കൂടുതൽ വിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ റോള് നമ്മൾ മുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഐഡിയ പ്രകാരം നമ്മളിതിങ്ങനെ ഇട്ടിരിക്കുന്നത്. ആ നൂലിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടില്ലേ, ഇത് അപ്പോൾ ഈ രീതിക്ക് അനുസരിച്ച് ഇട്ട് വെച്ചേക്കണത് നമ്മൾ. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അത് നമ്മുടെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നൂലൊക്കെ നമ്മൾ ഒന്നിച്ച് ബൾക്കായിട്ട് മേടിക്കില്ലേ. അപ്പോൾ ഈ നൂല് മേടിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ നൂല് ഈ ഭാഗത്ത് സെൻറ്ററിൽ ഇതേ സെയിം നൂല് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് സെൻറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്, ഈ ഒരു സാധനത്തെ പേര് എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനത്തെ സാധനം മേടിച്ചാൽ മതി. ഇങ്ങനത്തെ സാധനം മേടിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതിനകത്ത് കൂടെ ഒരു ചെറിയൊരു ഹോളുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഇടാം. ഇത് ഇവിടെ ഇത്രത്തോളം ദൂരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രത്തോളം ദൂരം ഇതിങ്ങനെ അതിലിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ദൂരത്തിൽ വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ ടൈറ്റ് ആക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്, ഇവിടെ വരാക്കുന്നുള്ളൂ. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അവിടെ ടൈറ്റ് ആയിട്ടിരുന്നു. ഏത് സാധനം ആയാലും നമുക്ക് ഇത് ടൈറ്റ് ആക്കാൻ ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, കറക്റ്റ് ടൈറ്റിൽ അവിടെ ഫിറ്റ് ആയിക്കോളും. പിന്നെ അത് കഴിഞ്ഞ് ബാലൻസ് നിൽക്കണം ഈ വടി ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ തൊട്ടും ഒരു ഇത്തിരി സ്പേസ് ഇട്ടിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ അത് സ്പേസ് ഇട്ടില്ലെങ്കിലും കറക്റ്റ് ഒപ്പം വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്കിത് കറക്റ്റ് ലോക്ക് ചെയ്ത ശേഷം കറക്റ്റ് ഇവിടെ വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്, അറിയുന്നവർ കമൻറ്റ് ഇട്ടോളൂ. എനിക്ക് സാധനം എന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ഇതിൻ്റെ പേരൊന്നും പറയാനറിയില്ല. പലപ്പോഴും പല സാധനത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ നൂല് വെച്ചിട്ടും ചെയ്യാം, ഇത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ഐഡിയാസ് നമ്മൾ ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഒരുപാട് ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയാസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തയ്ക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.